2021 20,000 കിലോമീറ്റർ മാത്രം യൂസ് ചെയ്ത വാഗണാർ VXi ആണ്. സ്വിഫ്റ്റ് ZXi ഓട്ടോമാറ്റിക് ആണ്. നമ്മൾ 4 സിലിണ്ടർ ഓട്ടോമാറ്റിക് ആണ്. ഏറ്റവും കൂടുതൽ കസ്റ്റമർ എൻക്വയറി നടത്തുന്ന വണ്ടിയാണ് സ്വിഫ്റ്റ് ZXi ഓട്ടോമാറ്റിക്. ഇത് എത്തിയോസ് ലിവ VX എന്ന് പറയുന്ന വേരിയൻ്റ് ആണ്. സിംഗിൾ ഓണർഷിപ്പാണ്. കിലോമീറ്റർ വരും 48,000 മാത്രം കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. 2022 ടാറ്റയുടെ ടിഗോർ എന്ന് പറഞ്ഞ വേരിയൻ്റ് ആണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ഇതും വൈറ്റ് കളറാണ്. പ്രോപ്പർ കമ്പനി സർവീസാണ്. നമ്മുടെ ടാറ്റയുടെ വണ്ടിയാണെങ്കിൽ നമുക്ക് എൻജിൻ, ഗിയർ ബോക്സ്, പോപ്പുലറിൻ്റെ വാറണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. ഹായ് ഫ്രണ്ട്സ്, അനുപാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കൊല്ലം ജില്ലയിൽ തട്ടാമല എന്ന് പറഞ്ഞ ഭാഗത്തുള്ള പോപ്പുലർ യൂസ്ഡ് കാസിലാണ് വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി കാറുകൾ വന്ന് കിടപ്പുണ്ട്. ഓൾട്ടോ, സെലീരിയോ, സ്വിഫ്റ്റ്, വാഗണർ അങ്ങനെയുള്ള ടൈപ്പ് മോഡൽ വണ്ടികൾ എടുക്കാൻ താല്പര്യപ്പെടുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക. എല്ലാം നല്ല നല്ല വണ്ടികളാണെന്നാണ് കണ്ടിട്ട് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഒന്ന് നല്ലപോലെ ചെക്ക് ചെയ്ത് നിങ്ങൾ നല്ല നല്ല വണ്ടികൾ എടുത്തുകൊണ്ട് പോവുക. കണ്ടിട്ട് എല്ലാം നല്ല വൃത്തിയായിട്ടൊക്കെ കിടപ്പുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരിക. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തുടർന്നും അതുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതേപോലെ വീഡിയോ കാണുന്നവർ ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ അല്ലെങ്കിൽ ചെയ്യുന്നില്ലെങ്കിൽ പോലും ഹൈപ്പ് എന്ന് പറയുന്നതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. അപ്പോൾ വീഡിയോയ്ക്ക് കുറച്ചുകൂടി റീച്ച് കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ വീഡിയോയുടെ എണ്ണം വളരെ കുറവായതുകൊണ്ടും കൂടി അങ്ങനെയും കൂടി ഒരു ഹെൽപ്പ് എനിക്ക് ചെയ്തു തരിക. അപ്പോൾ അത് ചെയ്തു തരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ വീഡിയോയിലായിട്ട് പോവുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു മുതലിലൊക്കെ ഒതുങ്ങുന്ന വണ്ടികൾ നോക്കുന്ന എല്ലാത്തരം പ്രേക്ഷകർക്ക് ഈ വീഡിയോ ഉപകാരം ചെയ്യും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ പുതിയ വീഡിയോ ആരംഭിക്കുകയാണ്. സുനോജ്, നമസ്കാരം. നമസ്കാരം. എങ്ങനെയുണ്ട് കച്ചവടങ്ങളൊക്കെ? കച്ചവടമൊക്കെ നമുക്ക് നോർമലി കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. ഈ ഇത്തവണ ഒരു 10-13 വണ്ടി പുതിയത് വന്നിട്ടുണ്ടല്ലോ. എത്ര രൂപ തൊട്ടുള്ള വണ്ടികളാണ് കിടക്കണേ? നമുക്ക് ഓൾറെഡി വണ്ടിയുടെ റേറ്റിന് ഉപരി നമുക്ക് ഏറ്റവും കൂടുതൽ കസ്റ്റമർക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ള കുറച്ച് വണ്ടികൾ കയറിയിട്ടുണ്ട്. അത് മെയിനായിട്ട് നമ്മൾ ഓട്ടോമാറ്റിക് ആണ് ഫോക്കസ് ചെയ്യുന്നത്. എന്നാലും റേറ്റ് നമുക്ക് 2.25 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 2.25. പിന്നെ ഇതിലെന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും ബെറ്റർ ചോയ്സ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു 2024 സെലീരിയോ ZXi പ്ലസ് ഓട്ടോമാറ്റിക് ലോ കിലോമീറ്റർ, 2018 സ്വിഫ്റ്റ് ZXi ഓട്ടോമാറ്റിക് ലോ കിലോമീറ്റർ, അതുപോലെ തന്നെ ഒരു എക്സ്പ്രസോ ഓട്ടോമാറ്റിക്. നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ അന്വേഷിച്ച് വരുന്ന ഓട്ടോമാറ്റിക് വെഹിക്കിളാണ്. ഇപ്പോഴത്തെ ട്രാഫിക് അങ്ങനെ ചവിട്ടി പിടിക്കാൻ വയ്യാത്തതുകൊണ്ട്. ഇത് കൂടാതെ നമ്മൾ ഈ വീഡിയോ കാണിക്കാത്ത ചെറിയ ബഡ്ജറ്റ് വണ്ടി, അതായത് നമ്മളിപ്പം ഡ്രൈവിംഗ് പഠിച്ച് തെളിയാനോ ചെറിയ ലോ ബഡ്ജറ്റ് വണ്ടി നോക്കുന്ന 2 ഓൾറെഡി വണ്ടികൾ നമുക്ക് ഇന്ന് നാളായിട്ട് നമ്മൾ ഷോറൂമിൽ വരുന്നുണ്ട്. പക്ഷെ ആ വണ്ടികൾ നമ്മൾ ഈ വീഡിയോ കാണിക്കുന്നില്ല. അത് ഏകദേശം ഇല്ല. അതൊരു 35-75 ബഡ്ജറ്റ് വരുന്ന മാരുതി 800 ഓൾട്ടോ വണ്ടികളാണ്. അങ്ങനെ ലോ ബഡ്ജറ്റ് വണ്ടികൾ വേണ്ടവർക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. പക്ഷേ നമുക്ക് ആ വണ്ടി ഇന്ന് ഓൾറെഡി ഫിസിക്കലി ഇന്ന് വൈകിട്ട് നാളെ രാവിലെ ആയിട്ട് നമ്മൾ ഷോറൂമിനകത്ത് വരുവുള്ളൂ. അങ്ങനെ ചെറിയ 2 ബഡ്ജറ്റ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്റ്റാർട്ടിങ് ഒരു 35-40 സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറയാം. ആ വണ്ടി കാണിക്കാൻ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ബഡ്ജറ്റ് പറയാത്തത് കേട്ടോ. അത് ഓൾറെഡി നമുക്ക് എത്തിയോസി തന്നെ തുടങ്ങാം. സാധാരണ നമ്മൾ എപ്പോഴും മാരുതിയുടെ വണ്ടി തന്നെ തുടങ്ങുന്നത്. ഇന്നൊരു വെറൈറ്റി ആയിട്ട് നമുക്ക് എത്തിയോസിന്ന് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു 2021 1 ലിറ്റർ വാഗണർ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇത് 2021 മോഡലാണ്. എൻജിൻ വരുന്നത് 1 ലിറ്ററാണ്. ഫസ്റ്റ് ഓണറാണ്. കിലോമീറ്റർ 36,000 കിലോമീറ്റർ ഓടിയ പ്രോപ്പർ കമ്പനി സർവീസ് വണ്ടിയാണ്. നമ്മൾ ഇൻറ്റീരിയറൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു സീറ്റ് കവറുണ്ട്. അതുപോലെ ഫുൾ മാറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കിലൊരു സ്പോയിലർ, അങ്ങനെ കുറച്ച് ആക്സസറീസും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. നമ്മൾ ടയർ ഭാഗം നോക്കുകയാണെങ്കിൽ ഫ്രണ്ട് 2 ന്യൂ ടയറാണ് കിടക്കുന്നത്. ബാക്കിലത്തെ ടയർ നമ്മൾ ഫസ്റ്റ് കമ്പനി വന്ന ടയറാണ് ബാക്ക് കിടക്കുന്നത്. 36,000 കിലോമീറ്റർ ഓടിയ ടയറും ഫ്രണ്ട് നമ്മൾ ന്യൂ ടയറുമാണ് കിടക്കുന്നത്. ബോഡിക്കകത്ത് നമുക്ക് അങ്ങനെ സ്ക്രാച്ചോ പെയിൻറ്റ് വർക്കോ കാര്യങ്ങളോ ഒന്നും പറയാനായിട്ടില്ല. പിന്നെ സിൽവറാണ് കളർ വരുന്നത്. നമുക്ക് ഫിനാൻസ് നോക്കുന്ന ഒരു കസ്റ്റമർക്ക് ഒരു കുറഞ്ഞ ഡൗൺ പേയ്മെൻറ്റ്, അതായത് ഒരു 50,000 രൂപ ആദ്യം അടയ്ക്കാമെങ്കിൽ സുഖമായിട്ട് നമുക്ക് ലോൺ ചെയ്ത് ഇറക്കി കൊടുക്കാൻ പറ്റുന്ന 2021 1 ലിറ്റർ വാഗണാർ VXi മോഡലാണ് നമ്മളിപ്പം പരിചയപ്പെടുത്തിയത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് നമുക്ക് 4,25,000 രൂപയാണ്. 4,25 2021 വാഗണാർ 1 ലിറ്റർ ആണ്. അടുത്ത് നമ്മൾ പരിചയപ്പെടുത്തുന്നതെന്ന് പറഞ്ഞാൽ ഒരു സ്വിഫ്റ്റ് ZXi ഓട്ടോമാറ്റിക് ആണ്. നമ്മൾ 4 സിലിണ്ടർ ഓട്ടോമാറ്റിക് ആണ്. ഏറ്റവും കൂടുതൽ കസ്റ്റമർ എൻക്വയറി നടത്തുന്ന വണ്ടിയാണ് സ്വിഫ്റ്റ് ZXi ഓട്ടോമാറ്റിക്. ഫസ്റ്റ് ഓണർഷിപ്പാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കിലോമീറ്ററാണ്. 17,000 കിലോമീറ്റർ മാത്രമേ വണ്ടി ഇതുവരെ യൂസ് ചെയ്തിട്ടുള്ളൂ. ഒറിജിനൽ. അപ്പോൾ അണ്ണ പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് ചോദിക്കും കിലോമീറ്റർ. പക്ഷേ 17,000 കിലോമീറ്ററുടെ കമ്പനി സർവീസ് വണ്ടിയാണ്. പിന്നെ അകത്ത് ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ബെറ്റർ ആയിട്ടുള്ള ബക്കറ്റ് ടൈപ്പ് സീറ്റ്, ഡാമേജോ കാര്യങ്ങളോ ഇല്ലാത്ത ഒരു ബക്കറ്റ് ടൈപ്പ് സീറ്റ് ചെയ്തിട്ടുണ്ട്. ഫുൾ മാറ്റ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ബാക്കി എല്ലാ ഫീച്ചേഴ്സും ഓൾറെഡി വണ്ടിക്കകത്ത് ഇൻബിൽറ്റ് ആയിട്ട് വരുന്നുണ്ട്. 2018 സിംഗിൾ ഓണർ, വെറും 17,000 കിലോമീറ്റർ ഓടിയ ZXi ഓട്ടോമാറ്റിക് ആണ് കേട്ടോ. ZXi ഓട്ടോമാറ്റിക് സ്വിഫ്റ്റ്. ഇല്ല, കമ്പനി സർവീസ് റീപ്ലേസ്മെന്റ് കാര്യമില്ല. നമ്മൾ ഈ ബോഡിക്കകത്ത് കാണുന്ന ചെറിയ സ്ക്രാച്ചുകളുണ്ട്, അത് നമ്മളായിട്ട് തന്നെ കറക്റ്റ് ചെയ്ത് കൊടുക്കും. പിന്നെ ഇത് കൂടാതെ പോപ്പുലറിൻ്റെ എൻജിൻ, ഗിയർ ബോക്സ്, വാറണ്ടി കവറേജ് ഉള്ള വണ്ടിയാണ്. നമ്മൾ ഫിനാൻസ് നോക്കുന്ന ഒരു കസ്റ്റമർക്ക് മാക്സിമം ഒരു 75 രൂപ ഡൗൺ പേയ്മെൻറ്റ് ആദ്യം അടയ്ക്കാവുന്നുണ്ടെങ്കിൽ ബാക്കി നമുക്ക് ലോൺ ചെയ്ത് ക്ലിയർ ചെയ്യാൻ പോകുന്ന 2018 സ്വിഫ്റ്റ് ZXi ഓട്ടോമാറ്റിക്
സിംഗിൾ ഓണർ, വെറും 16,000 കിലോമീറ്റർ ലോ കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. എത്ര ചോദ്യം? ഇതിന്റെ പ്രൈസ് നമ്മൾ ഇട്ടേക്കുന്നത് 620 പ്രൈസ് വരുന്നത്. ചെറിയ ഡിസ്കൗണ്ടും കാര്യങ്ങളും വരും. പിന്നെ വണ്ടി ഈ പറഞ്ഞ കണക്ക് ചെറിയ സ്ക്രാച്ചും കാര്യങ്ങളെല്ലാം സർവീസ് എല്ലാം നമ്മൾ അതിനകത്ത് തന്നെ ചെയ്ത് പേര് മാറി കൊടുക്കും. 3,500,000 നോക്കുന്ന ഒരു കസ്റ്റമർക്ക് ഏറ്റവും ബെറ്റർ ചോയ്സ് ആയ ഒരു i10 സ്പോർട്സ് ആണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. 2013 മോഡലാണ്. ഇത് സിംഗിൾ ഓണർഷിപ്പ് കമ്പനി സർവീസായി 71,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. സ്പോർട്സ് എന്ന് പറയുമ്പോൾ അറിയാം, നമുക്ക് വണ്ടിക്കകത്ത് വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഓൾറെഡി ഇൻബിൽറ്റ് ആയിട്ടാണ് വണ്ടി വരുന്നുണ്ട്. പിന്നെ ഈ 2013 ആയതുകൊണ്ട് നമുക്ക് ഫിനാൻസിൻ്റെ അവൈലബിലിറ്റി വളരെ കുറവായിരിക്കും. മാക്സിമം പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു 1-2 വർഷത്തിനകത്തേ നമുക്ക് ലോൺ ഫെസിലിറ്റീസ് കിട്ടത്തുള്ളൂ. 2013 i10 സ്പോർട്സ് സിംഗിൾ ഓണർ കമ്പനി സർവീസ് ചെയ്ത വണ്ടിയാണ്. നമ്മൾ ടയർ ഭാഗമൊക്കെ നോക്കുകയാണെങ്കിൽ എല്ലാ ടയറും ഏകദേശം ഒരു 80% എബോ ടയറാണ്. ബോഡിക്കകത്ത് അങ്ങനെ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ ഇന്ത്യൻ്റെ സൈഡ് നോക്കുകയാണെങ്കിൽ അതിനകത്ത് നല്ല വൃത്തിയുള്ളൊരു സീറ്റ് കവറും കാര്യങ്ങളെല്ലാം ഓൾറെഡി ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ബോഡി ഡാമേജോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതിൻ്റെ പ്രൈസ് നമ്മൾ വരുന്നത് 2,50,000 രൂപയാണ് നമ്മൾ ചോദിക്കുന്നത്. 2013 i10 സ്പോർട്സ് സിംഗിൾ ഓണർ വണ്ടി 250. എത്ര രൂപ ഇറക്കാം? ഇത് നമുക്ക് ഞാൻ പറഞ്ഞില്ലേ 13 വണ്ടിയായിട്ട് നമുക്ക് ഫിനാൻസ് 1 വർഷം 2 വർഷം കിട്ടും. നമുക്കൊരു 75-80 രൂപ ഉണ്ടെങ്കിൽ ഉറക്കാം. പക്ഷേ വർഷം കുറവായിരിക്കും ലോൺ കിട്ടുന്നത്. അതെ. സെലീരിയ മോഡലാണ്, മാനുവലാണ് വണ്ടി. 2022 മോഡലാണ്. ഇതിൻ്റെ കിലോമീറ്റർ വന്നിട്ട് 23,000 കിലോമീറ്റർ ഓടിയ പ്രോപ്പർ കമ്പനി സർവീസ് വണ്ടിയാണ്. VXA വേരിയൻ്റ് ആണ്. നമ്മൾ ഇന്ത്യൻ ഭാഗമൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ബാക്കിൽ അതുപോലെ തന്നെ സ്പോയിലറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ഫിനാൻസ് നോക്കുന്ന കസ്റ്റമർക്ക് ഏകദേശം ഒരു 75 രൂപ ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ ബാക്കി ലോൺ ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ്. പിന്നെ ഇത് കൂടാതെ 1 ഇയർ വാറണ്ടിയും 3 ഫ്രീ സർവീസും അവൈലബിളായ വണ്ടിയാണ്. 2022 സെലീരിയോ VXA ആണ്. എന്ത് ഓടിയെന്ന് പറഞ്ഞാൽ 23,000 ഓടിയ വണ്ടിയാണ്. ഇത് ബാക്ക് ടയർ പഴയതാണോ? കേട്ടില്ല. അല്ല, ഒരു ടയറിനകത്ത് ചെറിയൊരു അത് എയർ കുറവുണ്ട്. ഫസ്റ്റ് ടയർ തന്നെയല്ലേ? ഫസ്റ്റ് ടയറാണ്, കമ്പനി ടയർ എല്ലാം കിടക്കുന്നത്. എത്ര ചോദ്യം? ഇത് നമ്മൾ 530 ഇതിനകത്ത് നമുക്ക് നെഗോഷ്യബിൾ ആണ്. വന്ന് കണ്ട് ഇഷ്ടപ്പെടുന്ന കസ്റ്റമർക്ക് മാക്സിമം ഡിസ്കൗണ്ട് കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് സെലീരിയോ VXA 2022 മോഡൽ. നമ്മൾ ആദ്യം പറഞ്ഞ ഒരു 2024 ZXA പ്ലസ് സെലീരിയോ AMD ആണ്. വൈറ്റ് കളറാണ് വണ്ടി വരുന്നത്. ഇതാ ഞാൻ പറഞ്ഞത്, ഇന്ന് രാവിലെ നമുക്ക് വണ്ടി വന്നതേ ഉള്ളൂ. ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ അപ്ഡേഷൻ വന്നിട്ടില്ല. നമ്മൾ ഈ വീഡിയോ കണ്ട് വിളിക്കുന്നവർക്ക് നമ്മൾ പ്രൈസ് കറക്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാം. 15,000 കിലോമീറ്റർ മാത്രമാണ് വണ്ടി യൂസ് ചെയ്തേക്കുന്നത്. ഈ മോഡലിൻ്റെ ഏറ്റവും ടോപ്പ് വേരിയൻ്റ് ആണ് വരുന്നത്. ഇതിനകത്ത് നമുക്ക് ഓൾറെഡി സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റബിളും കാര്യങ്ങളും സ്റ്റിയറിങ്ങിനകത്ത് ഓഡിയോ കൺട്രോൾ കാര്യങ്ങൾ എല്ലാ ഓപ്ഷനും ആൻഡ്രോയിഡ് സെറ്റ്, ബാക്കിൽ ക്യാമറ എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. പുഷ് ബട്ടൺ സ്റ്റാർട്ടാണ്, കീലെസ് എൻട്രി, അങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും വരുന്ന 2024 സെലീരിയോ ZXA പ്ലസ് AMD ഓട്ടോമാറ്റിക്. കിലോമീറ്റർ വന്നിട്ട് 15,000 കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടിയാണ് ഇത്. അതെ, ഇത് നോർമലി നമുക്ക് 1 ഇയർ വാറണ്ടി 3 ഫ്രീ സർവീസും ഉണ്ട്. നമ്മൾ ഫിനാൻസ് നോക്കുന്ന കസ്റ്റമർക്ക് വളരെ ലോ ഡൗൺ പേയ്മെൻറ്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന, ഇറക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഓട്ടോമാറ്റിക് വെഹിക്കിളാണ്. 2024 സെലീരിയോ ZXA പ്ലസ് AMD 15,000 കിലോമീറ്റർ മാത്രം യൂസ് ചെയ്ത വണ്ടി. എത്ര ചോദ്യം? ഇതിൻ്റെ പ്രൈസ് ആയിട്ടില്ല, ഞാൻ പറഞ്ഞില്ല. പ്രൈസ് നമ്മൾ ആ വീഡിയോ കണ്ട് വിളിക്കുന്നവർക്ക് അപ്ഡേറ്റ് ചെയ്യാം. വണ്ടി ഇപ്പം വന്നിട്ട് ഏകദേശം ഒരു കുറച്ച് സമയം ആവുന്നുള്ളൂ. വീഡിയോ കണ്ട് വിളിക്കുന്നവർക്ക് നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക. ആണ് അടുത്ത് നമ്മളൊരു എക്സ്പ്രസോ ഫുൾ ഓപ്ഷൻ വണ്ടിയിലോട്ടാണ്. എക്സ്പ്രസോ VXA പ്ലസ് ആണ്. ഇത് ഓട്ടോമാറ്റിക് വെഹിക്കിളാണ്. ഫസ്റ്റ് ഓണറാണ്. 40 സംതിങ് കിലോമീറ്റർ ആണ് വണ്ടി യൂസ് ചെയ്തേക്കുന്നത്. പ്രോപ്പർ കമ്പനി സർവീസാണ്. ആക്സിഡൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഇന്ത്യയിൽ നോക്കുമ്പോൾ സീറ്റ് കവർ, ബാക്കിൽ സ്പോയിലർ, അങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. ഓൾറെഡി ബാക്കി എല്ലാ ഫീച്ചേഴ്സും ഈ VXA പ്ലസ് മോഡലിനകത്ത് വണ്ടി വരുന്നതാണ്. ഇത് നമുക്ക് ആൻഡ്രോയിഡ് ഇത് വരുന്നത് തന്നെ VXA പ്ലസിനകത്ത് വരുന്നത്. പിന്നെ അലോയ്സ് ഉണ്ടാണ്, അലോയ്സും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് 6 മന്ത് വാറണ്ടിയും 3 ഫ്രീ സർവീസും വരുന്ന വണ്ടിയാണ്. 2020 എക്സ്പ്രസോ VXA പ്ലസ് ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. വണ്ടിക്ക് അങ്ങനെ ബോഡിയിലൊക്കെ നോക്കുകയാണെങ്കിൽ സ്ക്രാച്ചോ കാര്യങ്ങളൊന്നുമില്ല. ചെറിയൊരു ഓട്ടോമാറ്റിക് യൂസ് ചെയ്യുന്ന ഒരു കസ്റ്റമർക്ക് എപ്പോഴും എടുക്കാൻ പറ്റിയ ഒരു ബെറ്റർ ചോയ്സാണ് എക്സ്പ്രസോ VXA പ്ലസ് ഫസ്റ്റ് ഓണർ. 40 കിലോമീറ്റർ ഓടിയ കമ്പനി സർവീസ് വണ്ടിയാണ്. എത്ര ചോദ്യം? ഇതിൻ്റെ പ്രൈസ് നമ്മൾ 450 നമ്മൾ സെല്ലിംഗ് പ്രൈസ് ഇട്ടേക്കുന്നത്. വണ്ടിക്കകത്ത് നമുക്ക് നോർമലി വാറണ്ടി കാര്യങ്ങളെല്ലാം വരുന്നതാണ്. ഓക്കെ, 2020 മോഡലാണ്. ബ്രിസ VXA ഫസ്റ്റ് ഓണർഷിപ്പ് വണ്ടിയാണ്. ഇതിൻ്റെ കിലോമീറ്റർ വരുന്നത് 30 സംതിങ് കിലോമീറ്റർ മാത്രം ഓടിയ ബ്രിസ 2020 ആണ്. ഫുള്ള് കമ്പനി സർവീസാണ്. നമുക്ക് 6 മന്ത് വാറണ്ടിയും 3 ഫ്രീ സർവീസും അവൈലബിളായ വണ്ടിയാണ്. പെട്രോൾ ആണല്ലേ? പെട്രോൾ വണ്ടിയാണ് 2020. നമുക്ക് 2019 ശേഷം പെട്രോളാണ് വരുന്നത്. വണ്ടി നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. നമുക്ക് ലോൺ അവൈലബിലിറ്റി ഉണ്ട്, ഏകദേശം കുറഞ്ഞ ഡൗൺ പേയ്മെൻറ്റ്. അതുകൂടാതെ അലോയ്സും കാര്യങ്ങളൊക്കെ കസ്റ്റമർ അഡീഷണൽ ആയിട്ട് വണ്ടിക്കകത്ത് ചെയ്തിട്ടുണ്ട്. നമ്മൾ ബോഡിയും കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴത്തേക്ക് പ്രത്യേകിച്ച് ഡാമേജോ പെയിൻറ്റിംഗ് വർക്കോ ഒന്നും വരുന്നില്ല. ഇതിനകത്ത് നമുക്ക് 6 മന്ത് വാറണ്ടി 3 ഫ്രീ സർവീസ് മാരുതിയാണ് അവൈലബിളായ 2020 ബ്രിസ VXA ആണ്. ഫസ്റ്റ് ഓണർഷിപ്പ് വണ്ടിയാണ്. വണ്ടിക്ക് ആക്സിഡൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. കമ്പനി ഹിസ്റ്ററി അവൈലബിളായ വണ്ടിയാണ്. എത്ര ചോദ്യം? ഇതിൻ്റെ പ്രൈസ് നമ്മൾ 7,50,000 രൂപയാണ് പറയുന്നത്. 2020
ബ്രീസ സിംഗിൾ ഓണർഷിപ്പ് 36,000 മാത്രം കിലോമീറ്റർ ഓടിയ വണ്ടി. അടുത്ത ബലേനോ ന്യൂ ഷേപ്പ് മോഡലാണ്. 2020-21 രജിസ്ട്രേഷൻ വരുന്ന ബലേനോ സീറ്റയാണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. പ്രോപ്പർ കമ്പനി സർവീസാണ്. കളർ വൈറ്റ് ആണ് വരുന്നത്. ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. സീറ്റ് ചെയ്യുന്നപ്പോഴത്തേക്ക് നമുക്ക് ആൽഫയ്ക്ക് തൊട്ട് താഴെ വരുന്ന മോഡലാണ്. നമ്മളൊരു വണ്ടിക്കകത്ത് വേണ്ട എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളും ഓൾറെഡി വണ്ടിക്കകത്ത് വരുന്നുണ്ട്. നമ്മൾ അകമൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല ബെറ്റർ ആയിട്ടുള്ള സീറ്റ് കവറും കാര്യങ്ങളെല്ലാം ചെയ്ത് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് കിടക്കുന്നത്. ഇത് നമുക്ക് നോർമലി 6 മന്ത് വാറണ്ടിയും 3 ഫ്രീ സർവീസും മാരുതിയുടെ തന്നെ അവൈലബിൾ ആയ വണ്ടിയാണ്. 2020-21 രജിസ്ട്രേഷനുള്ള ബലേനോ സീറ്റ ഫസ്റ്റ് ഓണർഷിപ്പ് വണ്ടിയാണ്. ആക്സിഡൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. പ്രോപ്പർ കമ്പനി സർവീസാണ്. നമ്മൾ ഫിനാൻസ് നോക്കി എടുക്കുന്ന ഒരു കസ്റ്റമർക്ക് വളരെ ലോ ഡൗൺ പേയ്മെൻറ്റ്, കുറഞ്ഞ ഡൗൺ പേയ്മെൻറ്റ് തന്നെ നമുക്ക് ലോൺ ചെയ്ത് ഇറക്കി കൊടുക്കാൻ പറ്റുന്ന 2021 മോഡലാണ് ബലേനോ സീറ്റ. ഇതിൻ്റെ പ്രൈസ് വരുന്നത് നമ്മൾ 6,45,000 രൂപയാണ് നമ്മൾ നോക്കുന്നത്. 6,45,000 ഇതിൻ്റെ സെല്ലിംഗ് പ്രൈസ് വരുന്നത്. 2020-21 ബലേനോ സീറ്റ. റീപ്ലേസ് ആയിട്ടൊന്നുമില്ലല്ലോ? ഇല്ല. വണ്ടി നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. അടുത്ത് നമുക്ക് ഒരുപാട് കസ്റ്റമർ എപ്പോഴും അന്വേഷിച്ച് വരുന്നൊരു മോഡലാണ് ഈ എത്തിയോസ് ലിവ എന്ന് പറഞ്ഞ വേരിയൻറ്റ്. ഇത് എത്തിയോസ് ലിവ VX എന്ന് പറയുന്ന വേരിയൻ്റാണ്. സിംഗിൾ ഓണർഷിപ്പാണ്. കിലോമീറ്റർ വരും 48,000 മാത്രം കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. 2017 എത്തിയോസ് ലിവ VX. അകമൊക്കെ നോക്കിയാൽ മതി. ഇന്ത്യയിലൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വണ്ടി കിടക്കുവാണ്. നമുക്ക് വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഓൾറെഡി ഇൻബിൽറ്റ് ആയിട്ടാണ് ഈ VX എന്ന് പറഞ്ഞ മോഡൽ വരുന്നുണ്ട്. ആക്സിഡൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. പ്രോപ്പർ കമ്പനി സർവീസാണ്. ഇത് ഓൾറെഡി നമുക്ക് പോപ്പുലറിൻ്റെ വാറണ്ടി, എൻജിൻ ഗിയർ ബോക്സ് അവൈലബിൾ ആയ വണ്ടിയാണ്. ടയർ ഭാഗമെല്ലാം അത്യാവശ്യം ആവറേജ് ടയറും കാര്യങ്ങളെല്ലാം ഉണ്ട്. നമ്മൾ ബോഡി ഭാഗങ്ങളൊക്കെ നോക്കുമ്പോൾ പ്രത്യേകിച്ച് പെയിൻറ്റ് മാർക്കോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. 2017 എത്തിയോസ് ലിവ VX ആണ്. സിംഗിൾ ഓണർഷിപ്പ് 48,000 കിലോമീറ്റർ മാത്രം യൂസ് ചെയ്തൊരു വണ്ടിയാണ്. നമുക്ക് ഓൾറെഡി ഇതിൻ്റെ പ്രൈസ് അപ്ഡേഷൻ വന്നിട്ടില്ല. വണ്ടി ഇപ്പം ഓൾറെഡി എണ്ണം വരുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പ് വന്നതേ ഉള്ളൂ. ഡുവൽ ടോൺ ആണല്ലേ? അതെ. ഇത് ഇഷ്ടപ്പെടുന്നവർ നമ്മൾ വീഡിയോ കണ്ടിട്ട് നമ്മൾ ആ താഴെ തന്നെ നമ്പറിൽ വിളിക്കുമ്പോൾ ഇതിൻ്റെ പ്രൈസ് അപ്ഡേഷൻ നമ്മൾ തരാം. 2017 എത്തിയോസ് VX ഫസ്റ്റ് ഓണർ 48,000 മാത്രം കിലോമീറ്റർ ഓടിയ കമ്പനി യൂസ് വണ്ടി. 2021 20,000 കിലോമീറ്റർ മാത്രം യൂസ് ചെയ്ത വാഗണാർ VXi ആണ്. ലോ കിലോമീറ്റർ ആണ്. ഇത് 20,000 കിലോമീറ്റർ ആണ് ഓടിയേക്കുന്നത്. ഇത് നമുക്ക് മാരുതിയുടെ വാറണ്ടിയും 3 ഫ്രീ സർവീസും അവൈലബിൾ ആയ വണ്ടിയാണ്. വണ്ടിയുടെ ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ സീറ്റ് കവർ, ഫുൾ മാറ്റ്, അങ്ങനെ അത്യാവശ്യം എല്ലാ ആക്സസറീസും കസ്റ്റമറായിട്ടാണ് ഓൾറെഡി ചെയ്തിട്ടൊരു വണ്ടിയാണ്. നമ്മൾ ബോഡി ഭാഗം നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് സ്ക്രാച്ചോ പെയിൻറ്റ് വർക്കോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. ഇത് നമുക്ക് ഫിനാൻസ് നോക്കുന്ന ഒരു കസ്റ്റമർക്ക് ഒരു കുറഞ്ഞ ഡൗൺ പേയ്മെൻറ്റ്, അതായത് മാക്സിമം ഒരു 80-85 ഡൗൺ പേയ്മെൻറ്റ് നമുക്ക് ലോൺ ചെയ്യാൻ പറ്റുന്ന 2021 വാഗണാർ VXi 1 ലിറ്റർ വണ്ടിയാണ്. നമുക്ക് ഏറ്റവും കുറഞ്ഞ ഡൗൺ പേയ്മെൻറ്റ് തന്നെ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. ആക്സിഡൻറ്റ് റീപ്ലേസ്മെൻ്റ് ഒന്നുമില്ല. കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 4,80,000 രൂപയാണ് കേട്ടോ. 4,80,000. അതെ. 20,000 കിലോമീറ്റർ വാഗണാർ. കിലോമീറ്റർ ജെന്യുയിനാണ്. അതെ, കമ്പനി സർവീസ് ഉണ്ട്. 2022 ടാറ്റയുടെ ടിഗോർ എന്ന് പറഞ്ഞ വേരിയൻ്റാണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ഇതും വൈറ്റ് കളറാണ്. പ്രോപ്പർ കമ്പനി സർവീസാണ്. നമ്മുടെ ടാറ്റയുടെ വണ്ടിയാണെങ്കിൽ നമുക്ക് എൻജിൻ, ഗിയർ ബോക്സ്, പോപ്പുലറിൻ്റെ വാറണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റുന്നൊരു വണ്ടിയാണ്. ഇതിനകത്ത് നമുക്ക് പുഷ് ബട്ടൺ സ്റ്റാർട്ട്, കീലെസ് എൻട്രി, അങ്ങനെയുള്ള എല്ലാ ലേറ്റസ്റ്റ് ഫീച്ചേഴ്സും വരുന്ന മോഡലാണ്. 2022 ടാറ്റ ടിഗോർ എന്ന് പറഞ്ഞ മോഡലാണ് വരുന്നത്. വണ്ടി ലോ കിലോമീറ്റർ 40,000 കിലോമീറ്റർ മാത്രം ഓടിയ കമ്പനി സർവീസ് അവൈലബിൾ ആയ വണ്ടിയാണ്. ഇത് നോർമലി പോപ്പുലറിൻ്റെ നമ്മളെ കമ്പനി വാറണ്ടിയും കാര്യങ്ങളും എല്ലാം വരുന്നതാണ്. ഇതിൻ്റെ പ്രൈസ് വരുമ്പോഴത്തേക്ക് നമുക്ക് 4,80,000 രൂപയാണ് വരുന്നത്. 2022 മോഡൽ. നമ്മൾ ടാറ്റയുടെ വണ്ടിയാണെങ്കിൽ നമുക്ക് ഫിനാൻസ് അവൈലബിൾ ആണ്. വളരെ ലോ, അതായത് നമുക്കൊരു 1 lakh റേഞ്ചിൽ ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ ബാക്കി നമുക്ക് ലോൺ ചെയ്യാൻ പറ്റുന്ന 2022 മോഡലാണ്. ഓക്കെ. മിററിലൊക്കെ മാത്രം ബ്ലാക്ക് അടിച്ചിട്ടുണ്ടല്ലേ? അതെ. അപ്പോൾ നമ്മളെ വണ്ടികളുടെ വിശേഷങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഇത്തരത്തിലുള്ള നല്ല ക്വാളിറ്റി വണ്ടികൾ എടുക്കാൻ താല്പര്യപ്പെടുന്നവർ, ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എടുക്കാൻ താല്പര്യപ്പെടുന്നവരുമായിട്ടുള്ള വ്യക്തികൾക്കൊക്കെ കാണാനും എടുക്കാനും കൊള്ളാവുന്ന നല്ല നല്ല വണ്ടികളാണ് ഞാൻ കാണിച്ചതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. വണ്ടികളൊന്നും ആക്സിഡൻറ്റ് ക്ലെയിംസ് കാര്യങ്ങൾ അങ്ങനെയൊന്നും ഉണ്ടായിട്ടായിട്ട് പറയുന്നില്ല. അപ്പോൾ അത്തരത്തിൽ നമുക്ക് വിശ്വസിച്ചെടുക്കാവുന്ന കുറേ നല്ല വണ്ടികളാണ് കാണിച്ചതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം ഈ ആക്സിഡൻറ്റ് കേസ് കാര്യങ്ങളൊന്നും ഇല്ലാത്തതും അധികം ഓണർഷിപ്പിലോട്ട് പോയിട്ടില്ലാത്തതുമായ വണ്ടികളെടുക്കാൻ താല്പര്യപ്പെടുന്നവർക്ക് ഈ വീഡിയോ ഉപകരിച്ചാണെന്ന് തന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പോൾ നിങ്ങൾ പിന്നെയുള്ളത് വിളിച്ച് ചോദിക്കുക. എന്നിട്ട് നല്ലൊരു മെക്കാനിക്കിനെയൊക്കെ കൊണ്ടുവന്ന് നല്ലപോലെ നോക്കി നല്ല ചെക്ക് ചെയ്ത് നല്ല നല്ല വണ്ടികൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കിട്ടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോ നമുക്ക് എപ്പോഴെങ്കിലും ശരിയാവുകയാണെങ്കിൽ അപ്പോൾ വീണ്ടും കാണാം. ബൈ.